ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ 2 ദിവസമായിട്ട് നമുക്ക് നല്ല 8ൻ്റെ പണിയാണ് കിട്ടിയത്. ഫാമിൽ 2 കൊക്ക് കയറി അത്യാവശ്യം നമ്മുടെ വില കൂടി കപ്പികളെല്ലാം പിടിച്ച് തിന്നായിരുന്നു. ഇനിയിപ്പോൾ കൊക്കിന് കയറാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ വലയൊക്കെ വെച്ച് നമ്മുടെ ഫാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ച് ആൾക്കാർ പറയും, നിങ്ങൾ പണ്ട് പാടം നികത്തി വീട് പണിതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ കൊക്ക് വന്നതെന്ന് പറയും. അതുകൊണ്ടൊന്നുമല്ല, ഈ കൊക്കിനൊന്നും പാടത്തൊന്നും തിന്നാൻ കിട്ടണില്ല. പഴയ പോലെ മീനൊന്നുമില്ല. മീനില്ലാണ്ടായത് ഊത്തൽ പിടിച്ചിട്ടൊന്നുമല്ല. ഈ കമ്പനികളിൽ നിന്നുള്ള പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മീനില്ലാണ്ടായത്. ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ വനമേഖലയിലും സംഭവിക്കുന്നത്. വനത്തിനുള്ളിൽ അതുങ്ങൾക്ക് കഴിക്കാനൊന്നും കിട്ടുന്നില്ല. ഒന്നല്ലെങ്കിൽ കുറച്ച് മാവോ പ്ലാവോ ചക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അത് നട്ടുപിടിപ്പിക്കുക, അതുങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് തന്നെ ഭക്ഷണം കണ്ടെത്താവുന്ന രീതിയിൽ. അതല്ലെങ്കിൽ ഈ പെരിയേക്കുന്ന പന്നീനെയൊക്കെ പിടിച്ച് വേട്ടയാടാനാ, അതല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. അതല്ലാതെ കൃഷി നശിക്കുമ്പോഴാണെങ്കിലും ആൾ മരിക്കുമ്പോഴാണെങ്കിലും കുറച്ച് പൈസ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. നമുക്കിതൊരു ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത്. നമ്മുടെ വനങ്ങളിലാണെങ്കിൽ നട്ടുപിടിപ്പിച്ചേക്കണത് തേക്കും മഹാഗണിയും കണിക്കൊന്നയൊക്കെയാണ്. അപ്പോൾ എല്ലാത്തിലും ബിസിനസ് കാണാതെ കുറച്ച് മൃഗങ്ങൾക്കുള്ള നല്ല കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരു മാറ്റം സംഭവിച്ചേക്കാം. എൻ്റെ 2 ഗപ്പീനെ കൊക്ക് പിടിച്ചുകൊണ്ടല്ലാണ്ട് ഞാനീ പറയണത്. നമ്മൾ വളർത്തുന്ന അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു സംഭവത്തിൽ ഇതുപോലുള്ള ജീവികൾ കയറിയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴുള്ള വിഷമം, 2 മീൻ പോയപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം. അപ്പോൾ ഇതുകൊണ്ട് ജീവിക്കണ കർഷകരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയണത്. എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ പറയണത് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിൽ സംസാരിക്കണത് വെച്ചിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ, കമൻ്റായിട്ട് അഭിപ്രായങ്ങൾ പറയാം. എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നാളെ ഒരു മാറ്റം വന്നാലോ. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസാണ് നമ്മുടെ ഫാമിൻ്റെ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോട്ടാ.